എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് നല്ലൊരു വെജിറ്റബിൾ പീരയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത്. നമ്മളിത് കോവയ്ക്ക വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് ചപ്പാത്തിയുടെ കൂടെ അതുപോലെ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ കോവയ്ക്ക ഒന്ന് കട്ട് ചെയ്യുന്ന കാണിച്ചു തരാം. ആദ്യം കോവയ്ക്കയുടെ രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതുപോലെ നടുവേ നിന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് ചെരിച്ച് കട്ട് ചെയ്തെടുക്കാം. പിന്നെ നമ്മളിത് കട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് തിന്നായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. കാരണം നമ്മളിതിലധികം വെള്ളമൊന്നും ചേർത്തിട്ടല്ല വേവിച്ചെടുക്കുന്നത്. അപ്പം പെട്ടെന്ന് വെന്ത് കിട്ടണമെങ്കിൽ കുറച്ച് കട്ടി കുറച്ചിട്ട് വേണം നമ്മളിത് കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 കിലോ കോവയ്ക്കാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം. അപ്പോൾ അതിനായിട്ട് എന്തൊക്കെ വേണമെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു 1.5 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു 12 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഞാൻ കുറച്ച് പൊടികളും കൂടി എടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി, അതുപോലെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത്രയും പൊടികളും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. കുറേ അങ്ങോട്ട് അരഞ്ഞു പോകരുത്, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പം ഞാൻ ഇതെല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ഇതുപോലെ നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ ഒരു തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു 4 പച്ചമുളകും അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം മുളക് നമ്മുടെ എരിവിനനുസരിച്ച് വേണം എടുക്കാൻ. ഇനി നമ്മളിതിലേക്ക് പുളിക്ക് വേണ്ടിയിട്ട് മാങ്ങയാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു മാങ്ങയുടെ ഒരു സൈഡ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതും മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുന്നില്ല, അതിൻ്റെ ഒരു പകുതി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ മാങ്ങ എടുക്കുമ്പം നമ്മുടെ പുളിക്കനുസരിച്ച് വേണം ഇതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാൻ. എനിക്കധികം പുളി ഇഷ്ടമല്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് മാങ്ങയെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ മാങ്ങയ്ക്ക് പകരം വേണേൽ നമുക്ക് കുടംപുളി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ കുടംപുളിയാണ് ചേർക്കുന്നതെങ്കിൽ ഒരു ചെറിയ കഷ്ണം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള കോവയ്ക്കയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇത് വീണ്ടും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്കൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ തേങ്ങ അരച്ച മിക്സിയുടെ ജാറൊന്ന് കഴുകിയിട്ട് ആ വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലധികം വെള്ളമൊന്നും ചേർക്കുന്നില്ല, ആകെ ഒരു 1/2 കപ്പ് വെള്ളം മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണ് കറി വെക്കുന്നത് ആ പാത്രത്തിലേക്ക് കോവയ്ക്കയും അതുപോലെ അരപ്പും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ അടുപ്പൊന്ന് കത്തിച്ച് കൊടുക്കാം. അതിനുശേഷം തീയെ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം വെച്ച് കൊടുക്കാൻ. അപ്പോൾ ഇടയ്ക്ക് ഇത് തുറന്നിട്ടൊന്ന് ഇളക്കിയൊക്കെ കൊടുക്കണം. ഇനി നമുക്ക് മൂടിയൊന്ന് തുറന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. വീണ്ടും നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും മൂടിയൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് കോവയ്ക്ക വെന്തിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മുടെ കോവയ്ക്ക കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 2-3 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മളിതിൽ കടുകൊന്നും പൊട്ടിക്കുന്നില്ല, അതിന് പകരം പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി വീണ്ടും ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കോവയ്ക്ക പീര ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതിന് നമുക്ക് ചൂടോടുകൂടി തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള വെജിറ്റബിൾ പീര ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പം മീനൊന്നും ഇല്ലാത്ത സമയത്ത് ഇടയ്ക്കൊക്കെ നമുക്കിതുപോലെ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.